വീണ, ഫ്ലൂട്ടൊക്കെ അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്രോഗ്രാമിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആഹാ. മാത്രമല്ല ആ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്ന ഒരാൾ പ്രോഗ്രാമിംഗ് ചെയ്താലേ അത് വായിക്കാൻ വരുന്നവർക്കും സൗകര്യമാവുള്ളൂ. അത് പിന്നീട് വായിക്കാൻ വരുന്നവരല്ലെങ്കിൽ ചിലപ്പം പറയും ഇത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്താൽ എങ്ങനെ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുമെന്ന്. പക്ഷേ ഇവർക്ക് അറിയാം, ഇവരോടുള്ള മ്യൂസീഷ്യൻസിന് ആ ഇൻസ്ട്രുമെന്റ് സാധ്യത അറിയാം. ആഹാ. ഇപ്പോൾ ഫ്ലൂട്ട് ഏത് സ്കെയിലിലെ ഫ്ലൂട്ടിൽ വായിച്ചാൽ നെക്സ്റ്റ് നോട്ട് അത്രയും ബെൻഡ് ആവും എന്നൊക്കെ അറിയാം. വീണയാണെങ്കിലും തന്നെ ചിലപ്പോൾ വീണയുടെ ആ നോട്ട് വരെ കിട്ടില്ലായിരിക്കാം. പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അത് അറിയാൻ വയ്യാതെ പ്രോഗ്രാമിംഗ് ചെയ്താൽ പ്രശ്നമാവും. ഇപ്പോൾ ഈ കഥയിലെ രാജകുമാരൻ്റെ പാട്ടില്ലേ, ആ പാട്ടിൽ മധുവിനറിയാതെ ആ ഒരു ബിറ്റ് ഉണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടാവും. അത് അത്രയും നമുക്ക് ഒരു പിയാനോ അതിങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് വായിച്ചിരിക്കുന്നത് ഒരു വീണ പ്ലെയർക്ക് വായിക്കാൻ വേണ്ടി ഡമ്മി പ്രോഗ്രാമിംഗ് ചെയ്തതാണ്. പക്ഷെ അത് വായിച്ചിരിക്കുന്ന ബ്യൂട്ടി കൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പറയുന്നു ഇനി വീണ വായിച്ച് ഇത്ര ഭംഗിയാകുമോ എന്നറിയില്ല. അങ്ങനെയാണ് അത് ഒറിജിനൽ ബിറ്റായിട്ട് മാറുന്നത്.